50 മണിക്കൂർ ഫാസ്റ്റിംഗ് വീഡിയോന്റെ സെക്കൻഡ് പാർട്ടാണ്. അന്ന് രാത്രി എനിക്ക് തീരെ ഉറക്കം കിട്ടില്ല. ഞാൻ ഇടക്കിടക്ക് എഴുന്നേറ്റ് പിന്നെ വയറും കുറച്ച് ഉറങ്ങാൻ പറ്റിയിട്ടില്ലായിരുന്നു. വയറിന് ചെറിയൊരു പണി കിട്ടി. ഓൾറെഡി പണി ഉണ്ടായിരുന്നു. പക്ഷെ ഇന്ന് കംപ്ലീറ്റ് വയറിന് കുറച്ച് സീനായിരുന്നു. എന്ന് വെച്ചാൽ എന്ത് കഴിച്ചാലും വയറിളക്ക് വരുന്നു. ഒരു 15 തവണയിൽ ബാത്റൂമിൽ പോയിട്ടുണ്ട്. അപ്പൊ നേരെ ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറിനെ ഒന്ന് കണ്ട്. ഭയങ്കര തിരക്കാണ് ഇവിടെ. പക്ഷെ നമുക്ക് സ്പെഷ്യൽ എക്സെപ്ഷൻ ആദ്യമേ കയറി കണ്ടോളാൻ പറഞ്ഞു. വയറിളക്കാതെ ഞാൻ പാർട്ട് 2 ഇടാൻ പോണ്. സഞ്ചയനത്തിന് എന്ത് കൊടുക്കുമെന്ന് ചോദിച്ചിട്ട് കുറച്ച് മരുന്ന് തന്നിട്ടുണ്ട്. പക്ഷെ ഇതൊക്കെ ജസ്റ്റ് മറ്റേ സിങ്ക് ORS അങ്ങനത്തെ ജസ്റ്റ് വയറിന് മറ്റേ വൈറ്റമിൻസ് അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെയാണ്. അത് കട്ട് ചെയ്ത് കളഞ്ഞേക്കാം. ഞാനൊരു 15, 16, 17 തവണ എന്തായാലും ബാത്റൂമിൽ പോയിട്ടുണ്ട്. ചെയ്ത കാര്യത്തിനെ പിന്നെ എന്താ പറയാനുള്ളത്? എനിക്ക് തെറ്റായിട്ടാണ് ഞാൻ അതിനോട് ഭക്ഷണം കഴിക്കാനുണ്ട്. ഇത് വലിയ റിസ്ക് ഒന്നും ഇല്ല. പക്ഷെ ആ അറ്റംപ്റ്റ് ചെയ്യണ്ട. കാരണം 50 മണിക്കൂർ എന്തായാലും ഹെൽത്തി അല്ല. പ്രോപ്പറായിട്ട് ചെയ്തില്ലേ പണിയിട്ട്. ഇപ്പൊ ഞാൻ ഏകദേശം പ്രോപ്പറായിട്ടാണ് ചെയ്തേക്കണം. പക്ഷെ എവിടെയാണ് പറ്റിയെന്ന് വെച്ചാല് എന്തായാലും വയറിളക്കവും സംഭവമൊക്കെ എന്തായാലും വരും. ലൈക്ക് അത് അതിന്റെ ഭാഗമാണ്. പക്ഷെ എന്താ കുഴപ്പമെന്ന് വെച്ചാൽ ഞാൻ മീൻകറി കണ്ടപ്പോ ഇച്ചിരി എരിവുള്ള മീൻകറിയാണ്. അത് ഞാൻ ഇച്ചിരി ആവശ്യത്തിലധികം കഴിച്ചു. പിന്നെ കരിമ്പിൻ ജ്യൂസ് നല്ലതാണെന്ന് വിചാരിച്ച് അത് കുടിച്ചു. പക്ഷെ ആക്ച്വലി അത് അത്ര നല്ലതല്ല. അപ്പൊ അല്ല അതത്ര നല്ലതല്ല. ശരി, ഷുഗർ അധികം കഴിക്കേണ്ട കാര്യമില്ല. പക്ഷെ നമ്മ പെട്ടെന്ന് ജ്യൂസ് കുടിക്കാന്നൊക്കെ അല്ലേ മൈൻഡിൽ പോണം. അപ്പൊ അങ്ങനെ ചെയ്തപ്പോ ഈ ബോഡിക്ക് അതിന്റെ ക്ഷീണം അങ്ങനെയൊന്നുമില്ല. തലക്കൊന്നും വേറെ കുഴപ്പമൊന്നുമില്ല. തലക്കുണ്ട് പ്രശ്നം. അങ്ങനെയല്ല, നിലവിൽ വേറെ കുഴപ്പമില്ല. പിന്നെ BP ഇച്ചിരി കൂടിയിട്ടുണ്ട്. പ്രഷർ ഇച്ചിരി വലിയ അഭിപ്രായം കാണിക്കല്ലേ. സപ്പോസ് ഇത് ഇച്ചിരി സീനായി ഞാൻ തട്ടിപ്പോന്ന് വിചാരിക്കും. ഉദാഹരണം അങ്ങനെയാണെങ്കിൽ എന്റെ സഞ്ചയനത്തിന് എന്തായാലും കിടിലം ഫുഡായിരിക്കും. എന്നുവെച്ചാൽ വെറുതെ ഈ മറ്റേ ഇതൊന്നും ആയിരിക്കും. എന്നിട്ട് ഈ വട സാമ്പാർ അങ്ങനെയല്ല. ഞാൻ ഇതുവരെ ഉണ്ടാക്കിയിട്ടുള്ള പല വെറൈറ്റി സാധനങ്ങൾ, മറ്റേ അകിട് അത് അങ്ങനത്തെ കുറെ സാധനങ്ങൾ. എന്നിട്ട് അത് അവിടെ വന്നിട്ട് ഏറ്റവും കൂടുതൽ കഴിക്കണ ആൾക്ക് ഈ ഫ്ലിക്സ് കേരള എന്ന് പറഞ്ഞാൽ 32,000 ഫോളോവേഴ്സ് ഇപ്പോൾ ഉള്ള ഇൻസ്റ്റാഗ്രാം പേജും 48,000 സബ്സ്ക്രൈബേഴ്സ് ഉള്ള യൂട്യൂബ് ചാനൽ FB പേജും വെറുതെ കൊടുക്കുന്നതായിരിക്കും. പിന്നെ എന്റെ കോടിക്കണക്കിന് രൂപയുടെ സ്വത്തുക്കളും അവർക്ക് കൊടുക്കുന്നതായിരിക്കും. അത് ഞാൻ ഫണ്ണായിട്ട് പറയുന്നുള്ളൂ. പക്ഷെ ഇത് ആക്ച്വലി വലിയ പ്രശ്നമൊന്നുമില്ല. അങ്ങനെ ചാവാനുള്ള രീതിയിലുള്ള പ്രശ്നമൊന്നുമില്ല. പക്ഷെ ഇനി ഞാൻ പെട്ടെന്ന് എനിക്ക് ഏറ്റവും വലിയ സങ്കടം എന്ന് വെച്ചാൽ കുഴിമന്തി അങ്ങനത്തെ ഐറ്റംസ് ഒന്നും ഇനി നാളേക്ക് എടുത്ത് വലിച്ചു തിന്നാൻ പറ്റൂല. എന്റെ മൈൻഡിൽ ഫുൾ അതാണ്. ഞാൻ ഈ ഹെൽത്ത് നോക്കാതെ അതുപോയി തിന്ന് എന്തെങ്കിലും പറ്റിയാൽ മാത്രമേ എനിക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുള്ളൂ. ഞാൻ എന്തായാലും അപ്ഡേറ്റ് ചെയ്യാം, സ്റ്റോറിയിൽ അപ്ഡേറ്റ് ചെയ്യാം. ഒരു സ്റ്റോറി വന്നില്ലെങ്കിൽ ഇങ്ങനത്തെ ആരും ചെയ്യരുത്. ഇങ്ങനെ അല്ല പിന്നെ എന്ത് ചെയ്യണം എന്നുള്ള പറഞ്ഞു. നന്നായിട്ട് ഫുഡ് കഴിക്കുക, നന്നായിട്ട് ഡയറ്റ് ഒക്കെ ഫോളോ ചെയ്ത്, നന്നായി എക്സർസൈസ് ഒക്കെ ചെയ്ത് നല്ല എത്രയിലുണ്ട് ഇപ്പൊ? അതൊക്കെ എന്തിനാ